Hello friends, welcome back to another video. Ranjit here. So നമ്മൾ പുതിയൊരു വീഡിയോ സീരീസ് ആരംഭിച്ചിരുന്നു ദാറ്റ് ഹൗ ടു ക്രാക്ക് കേരള PSC എക്സാമിനേഷൻസ് ഇൻ ദി വെരി ഫസ്റ്റ് അറ്റംപ്റ്റ്. ആ സീരീസിലെ മറ്റൊരു വീഡിയോ ആണിത്. സോ ബേസിക്കലി നമ്മളവിടെ 3 പില്ലേഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. പ്ലാനിങ്, എക്സിക്യൂഷൻ ഓഫ് ദ പ്ലാൻ ആൻഡ് ഫൈനലി എക്സാം സ്ട്രാറ്റജി. ആ ഒരു വീഡിയോ കാണാത്ത ആളുകൾ തീർച്ചയായിട്ടും കാണുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നതാണ്. എനിവേ, പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രാഥമികമായി ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ് വളരെ സ്മാർട്ടായിട്ട് ഗോൾസ് സെറ്റ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, കോമ്പറ്റിറ്റീവ് എക്സാമിനേഷനുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ ഏതൊക്കെ എക്സാമിനേഷനാണ് ടാർഗറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഷോർട്ട് ടേം ഗോൾസ് അതുപോലെ തന്നെ ലോങ് ടേം ഗോൾസ് സെറ്റ് ചെയ്യുക. സോ ഇതിനെക്കുറിച്ചായിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുക. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. യെസ്, സോ കോമ്പറ്റിറ്റീവ് എക്സാമിനേഷൻസിൻ്റെ ഒരു ഫീൽഡിൽ ഷോർട്ട് ടേം അതുപോലെ തന്നെ ലോങ് ടേം ഗോൾസ്, ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രസൻറ്റ് കാലഘട്ടത്തിൽ നിങ്ങൾ എത്താൻ ഉദ്ദേശിക്കുന്ന ചില ജോബ്സ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജോലികൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്പേസ്, അതിന് നമ്മൾക്ക് ഷോർട്ട് ടേം ഗോൾസ് എന്ന് പറയാം. ലോങ് ടേം ഗോൾസ് എന്ന് പറയുന്നത് ഒരു ജോലി എന്നുള്ളതിനപ്പുറത്തേക്ക് നിങ്ങളുടെ ഒരു ആസ്പിറേഷൻ അനുസരിച്ച് നിങ്ങൾ എത്തിച്ചേരാൻ ഉദ്ദേശിക്കുന്ന ഒരു സ്പേസ്. ഓക്കെ, സോ ഇതിന് 2 രീതിയിലും പ്രിപ്പറേഷൻസ് ചെയ്യുന്ന ആളുകളുണ്ടാകും. സോ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം, ബേസിക് ആയിട്ടുള്ള നിങ്ങളുടെ ഒരു ഇഷ്ടം എന്നുള്ളത് ഒരു പാരാമീറ്റർ ആയിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം മാത്രം എക്സാമിനേഷൻസ് ടാർഗറ്റ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക. മറ്റൊരു കാര്യം വരുന്നത്, ഈ ഷോർട്ട് ടേം ഗോൾസ് എന്ന് പറയുന്നത് ചെറിയ ചില എക്സാമിനേഷൻസ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നു എന്ന് കരുതുക. വലിയ വിദ്യാഭ്യാസ യോഗ്യത നേടിയതിന് ശേഷം എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള എക്സാമിനേഷൻസ് എഴുതുന്നത്, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ പല കോണുകളിൽ നിന്നും വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നിങ്ങളുടെ മൈൻഡിൽ ഈ ഒരു കാര്യം വളരെ വ്യക്തമായിരിക്കണം. നിങ്ങളുടെ ഏതെങ്കിലും ഒരു അംബീഷൻ നേടുന്നതിന് വേണ്ടി നിങ്ങൾക്ക് താൽക്കാലികമായിട്ടൊരു ജോലി ആവശ്യമാണ്, ആ ജോലിക്ക് വേണ്ടിയാണ് ഞാനിപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നത് എന്ന ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ വളരെയധികം വ്യക്തമായിരിക്കണം. ബേസിക്കലി ഒരു ഗവൺമെൻറ് ജോലിയും നിങ്ങളെ ഡിസപ്പോയിൻ്റ് ചെയ്യിക്കുകയില്ല. ഒരു ജോലിയും മോശമാണ് എന്നോ ചെറുതാണ് എന്നോ ഇതിനർത്ഥമില്ല. എങ്കിൽ തന്നെയും നിങ്ങളുടെ ഒരു അംബീഷനിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന ഒരു ജോലിയിൽ അതിനു വേണ്ടിയാണ് നിങ്ങൾ തയ്യാറെടുക്കുന്നത് എങ്കിൽ ആ കാര്യം വളരെ വ്യക്തമായി തന്നെ മനസ്സിൽ വെക്കുക. അതിനുശേഷം പ്രിപ്പറേഷൻസ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കണം. ഓക്കെ, സോ ഇനി അടുത്തതായിട്ട് ഹൗ ബിഗ് യുവർ ഗോൾ ഷുഡ് ബി, അതായത് എക്സാമിനേഷൻ സ്പെസിഫിക് ആയിട്ടും ലോങ് ടേം ഗോൾസിൽ നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്ന എക്സാമിനേഷൻസ്, ഇതൊക്കെ എത്ര വലുതായിരിക്കണം എന്ന ഒരു ചിന്ത നിങ്ങൾക്ക് വരാം. സോ നിങ്ങളിവിടെ 2 കാര്യങ്ങൾ കൺസിഡർ ചെയ്യുക. ആദ്യമായിട്ടൊരു സെൽഫ് അസസ്മെൻറ്റ് തീർച്ചയായിട്ടും നടത്തണം. നിങ്ങളുടെ കേപ്പബിലിറ്റി എന്താണ്, നിങ്ങൾക്ക് കൂടുതൽ പ്രാവീണ്യമുള്ള മേഖല എന്താണ്, അത്തരത്തിലുള്ള കാര്യങ്ങൾ ചിന്തിക്കുക. അതിനുശേഷം അതിനനുസരിച്ചുള്ള ഏറ്റവും വലിയ ഒരു ഓപ്പർച്യൂണിറ്റി തന്നെ ടാർഗറ്റ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കണം. ഓക്കെ, ബേസിക്കലി എത്ര വലുതായിട്ടാണോ നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത് അതായിരിക്കും നിങ്ങളുടെ ഒരു ലിമിറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഒരു സെൽഫ് അസസ്മെൻറ്റ് ആവശ്യമാണ്. അതിനുശേഷം മാത്രം ടാർഗറ്റ് ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കണം. സോ ബേസിക്കലി പറയാനുള്ളത്, എപ്പോഴും നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന എക്സാമിനേഷൻസ് അല്ലെങ്കിൽ ഗോൾസ് എന്ന് പറയുന്നത് അറ്റൈനബിൾ ആയിരിക്കണം. ഇതിൻ്റെ അർത്ഥം ചലഞ്ചിങ് ആയിട്ടുള്ള എക്സാമിനേഷൻസ് എഴുതരുത് എന്നല്ല. തീർച്ചയായിട്ടും ചലഞ്ചിങ് ആയിട്ടുള്ള എക്സാമിനേഷൻസ് അറ്റംപ്റ്റ് ചെയ്യുക. എന്നാൽ ഇമ്പോസിബിൾ ആണ് എന്ന് വളരെ ബോധ്യമുള്ള അത്തരത്തിലുള്ള മേഖലകൾ തിരഞ്ഞെടുത്തുകൊണ്ട് അതിനുവേണ്ടി പ്രിപ്പറേഷൻസ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കരുത്. ഇനി നെക്സ്റ്റ് പോയിന്റ്, നിങ്ങളുടെ ഗോൾസ് എപ്പോഴും വളരെ വെൽ ഡിഫൈൻഡ് ആയിരിക്കണം. അതായത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വിദ്യാഭ്യാസ യോഗ്യതയുണ്ട്, അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു വലിയ പൊസിഷനിലേക്ക് ഞാൻ എത്തിച്ചേരും, ഇങ്ങനെയുള്ള വേഗായിട്ടുള്ള തോട്ട്സ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഗോൾസ് സെറ്റ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. വളരെ വെൽ ഡിഫൈൻഡ് ആയിട്ട് തന്നെ ഗോൾസ് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ എക്സാമിനേഷൻസ് ടാർഗറ്റ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കണം. സോ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ കുറച്ചുകൂടി വ്യക്തത നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഇതുകൊണ്ട് ലഭിക്കും. ഇനി ഈ കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് ഗോൾസ് സെറ്റ് ചെയ്യുമ്പോൾ ഇതിനിടയിൽ പ്രോബ്ലംസ് വരുമോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും വരും. നിങ്ങൾ പ്രിപ്പറേഷൻസ് ചെയ്യുന്നത് ഇപ്പോൾ LDC എക്സാമിനേഷനോ അല്ലെങ്കിൽ സിവിൽ സർവീസ് എക്സാമിനേഷനോ ഏതൊരു പരീക്ഷയ്ക്കാണ് എങ്കിൽ തന്നെയും ചില പ്രോബ്ലംസ് ആ ഒരു ജേർണിയിൽ നിങ്ങൾക്ക് വരും. അപ്പോൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഗോൾസ് കംപ്ലീറ്റ് ആയിട്ട് മാറ്റുക എന്നുള്ളതല്ല, നിങ്ങളുടെ സ്ട്രാറ്റജി മാറ്റുന്നതിന് വേണ്ടി ശ്രമിക്കുക. ഓക്കെ, എന്ത് മിസ്റ്റേക്കാണ് വരുന്നത് എന്ന കാര്യം അനലൈസ് ചെയ്യുക. അത്തരത്തിൽ പഠനത്തിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് പ്രിപ്പറേഷൻസ് തുടരുന്നതിന് വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ഇനി കുറച്ചുകൂടി എക്സാം സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ ചെയ്തിരിക്കേണ്ട ചില കാര്യങ്ങളിലേക്ക് കിടക്കാം. ആദ്യമായി ചെയ്യേണ്ടത്, ഏതൊരു പർട്ടിക്കുലർ എക്സാമിനേഷൻ ഒരു ഗോളായിട്ട് സെറ്റ് ചെയ്യുമ്പോഴും അതിന് നിങ്ങൾ എലിജിബിൾ ആണോ എന്ന കാര്യം ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതായത് അതിനുള്ള വിദ്യാഭ്യാസ യോഗ്യത എന്നുള്ളത് മാത്രമല്ല, ഇനി ഫിസിക്കലി എന്തെങ്കിലും രീതിയിലുള്ള യോഗ്യതകൾ വേണമെങ്കിൽ അത് നോക്കുക. അതുപോലെ തന്നെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നോക്കിയതിന് ശേഷം മാത്രമേ ഏതെങ്കിലും ഒരു എക്സാമിനേഷൻ ടാർഗറ്റായിട്ട് വെക്കാൻ പാടുള്ളൂ. അതായത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ചില യോഗ്യതകൾ ആവശ്യമുള്ള പരീക്ഷകളുണ്ട്. ആ മേഖലയിൽ നിങ്ങൾക്ക് പരിചയമുണ്ട് എങ്കിൽ തന്നെയും ആ യോഗ്യത നിങ്ങൾ പൊസസ് ചെയ്യുന്നില്ല എങ്കിൽ ഒരിക്കലും അത്തരത്തിലുള്ള പരീക്ഷകൾ ടാർഗറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാനോ ആയിട്ട് പാടില്ല. ഇനി അടുത്ത പോയിന്റ്, കേരള PSC എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട് ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. അതായത് സെയിം അല്ലെങ്കിൽ സിമിലർ പാറ്റേണിലുള്ള എക്സാമിനേഷൻസ് അറ്റംപ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക. ഇപ്പോൾ ഡിഗ്രി ലെവലിലുള്ള എക്സാമിനേഷനിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ എക്സാമിനേഷനാണ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത് എന്ന് കരുതുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് എക്സാമിനേഷനാണ് എന്ന് കരുതുക. അങ്ങനെയാണ് എങ്കിൽ സമാന ലെവലിലുള്ള
മറ്റ് എക്സാമിനേഷൻസും അറ്റംപ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കണം. സോ ബേസിക്കലി നിങ്ങൾക്കൊരു എക്സ്ട്രാ എഫേർട്ട് അതിനുവേണ്ടി ആവശ്യം വരികയില്ല. എക്സാമിനേഷൻ എഴുതുന്നതിനുള്ള ഒരു പരിചയം നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ ഈ ജോബ്സ് ക്രാക്ക് ചെയ്യുന്നതിനുള്ള സാധ്യതയും വർദ്ധിപ്പിക്കും. ഓക്കെ, സോ അങ്ങനെ സിമിലർ പാറ്റേണിലുള്ള എക്സാമിനേഷൻസ് അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടി പരമാവധി അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കണം. എന്നാൽ ലോങ് ടേം പ്ലാനിൽ നിങ്ങൾ കാണുന്ന വലിയ എക്സാമിനേഷനിൽ എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള 2 അല്ലെങ്കിൽ അതിലധികമോ പരീക്ഷകൾ ഒരേ സമയം അറ്റൻഡ് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയും ശ്രമിക്കണം. അത്തരത്തിൽ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. ഇനി മൂന്നാമത്തേത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്, എപ്പോഴും നിങ്ങളുടെ ഒരു പ്രോഗ്രസ് ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കണം. ഉദ്യോഗാർത്ഥികൾ സാധാരണഗതിയിൽ വരുത്താറുള്ള ഒരു മിസ്റ്റേക്കാണ്, ചില എക്സാമിനേഷൻസിന് വേണ്ടി തയ്യാറെടുക്കുന്നു, 1-2 തവണ പരാജയപ്പെടുമ്പോൾ ഓക്കെ ഇതിന് ഞാൻ കേപ്പബിൾ അല്ല എന്ന് കരുതി ആ ഒരു എഫേർട്ട് ഉപേക്ഷിക്കുക എന്നത് റിസൾട്ട് എന്ന ഒരു കാര്യം മാത്രം അനലൈസ് ചെയ്തുകൊണ്ട് വരുന്ന ഒരു മിസ്റ്റേക്കാണിത്. നിങ്ങൾ ബേസിക്കലി നിങ്ങൾക്ക് പ്രോഗ്രസ് ഉണ്ടോ, എങ്ങനെയാണ് നിങ്ങളുടെ പഠനം മുന്നോട്ട് പോകുന്നത് എന്ന കാര്യം ചെക്ക് ചെയ്യുക. അതിനുശേഷം ആ മിസ്റ്റേക്കുകൾ തിരുത്തിക്കൊണ്ട് കൂടുതൽ നന്നായി ശ്രമിക്കുന്നതിന് വേണ്ടി തയ്യാറാവുക. സോ ഗോൾ സെറ്റിംഗ് പ്രിപ്പറേഷൻ എന്നുള്ളത് ഒരു ഓൺ ഗോയിങ് പ്രോസസ്സാണ്. അതല്ലാതെ ഏതെങ്കിലും ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്യുന്നു, എക്സാമിനേഷൻ എഴുതുന്നു, റിസൾട്ട് ചെക്ക് ചെയ്യുന്നു, അതിനുശേഷം സ്വയം വിലയിരുത്തുന്നു, അങ്ങനെയുള്ള ഒരു കാര്യമല്ല. എപ്പോഴും ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇവാലുവേഷൻ നടത്തുന്നതിന് വേണ്ടി ശ്രമിക്കുക. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, ഗോൾ വിത്തൗട്ട് എ പ്ലാൻ ഇസ് ജസ്റ്റ് എ വിഷ്. ഓക്കെ, അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ലക്ഷ്യം നേടാനുള്ള ആഗ്രഹമുണ്ട് എന്ന് കരുതുക, എന്നാൽ നമ്മൾ അതിനു വേണ്ടി പരിശ്രമിക്കാതെ അല്ലെങ്കിൽ അതിനുവേണ്ടി യാതൊരു പ്ലാനും ചെയ്യാതെയാണ് ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നത് എങ്കിൽ അതൊരു ആഗ്രഹമായിട്ട് മാത്രം തുടരുമെന്നുള്ളതാണ്. സോ ബേസിക്കലി നിങ്ങളുടെ ലക്ഷ്യം അത് ഏതൊരു എക്സാമിനേഷൻ ആണെങ്കിൽ തന്നെയും വ്യക്തമായിട്ടുള്ള പ്ലാനിങ്ങും ഡെഡിക്കേഷനും ആ പ്ലാൻസ് അതേപോലെ തന്നെ വർക്കൗട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമവും നിങ്ങളുടെ ഭാഗത്ത് നിന്നും ഉണ്ടാവണം. സോ പ്ലാനിങ് എങ്ങനെയാണ് ഏറ്റവും ഇഫക്റ്റീവായിട്ട് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ചായിരിക്കും വരും ദിവസങ്ങളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. സോ നിങ്ങൾ ഇതുവരെയായിട്ടും PSC പാഠശാല ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ ടെലിഗ്രാം ആപ്ലിക്കേഷനിലെ സെർച്ച് ഓപ്ഷനിൽ PSC പാഠശാല എന്ന് സെർച്ച് ചെയ്താൽ ഈ ഒരു പബ്ലിക് ചാനൽ നിങ്ങൾക്ക് ലഭ്യമാവും. പ്ലീസ് ഡു ജോയിൻ ദ ചാനൽ. എല്ലാ അപ്ഡേറ്റുകളും നമ്മൾ ടെലിഗ്രാം ചാനൽ വഴിയായിരിക്കും പ്രൊവൈഡ് ചെയ്യുക. സോ ലെക്ചറിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം അതുപോലെ തന്നെ നിങ്ങളുടെ ടോപ്പിക് സജഷൻസ് ഇതെല്ലാം തന്നെ കമന്റ് സെക്ഷനിലൂടെ അറിയിക്കൂ. ലെക്ചർ യൂസ്ഫുൾ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഷെയർ ചെയ്യൂ. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് എങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് as well. So thank you so much guys for watching this video and I hope to see you in the next one.